2025 ഡിസംബറോട് കൂടി ലോകത്തിലെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമായി മാറിയ രാജ്യം ഏതാണ്? അതേതാണ്? സ്വീഡനാണ്. ഇപ്പോൾ അവിടെ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ 2025 പോസ്റ്റൽ സമ്പ്രദായം നിർത്തലാക്കിയ രാജ്യം ഏതാണ്? അതേതാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് 2025 പോസ്റ്റൽ സമ്പ്രദായം നിർത്തലാക്കിയ രാജ്യം. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ 2025 ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ആനന്ദ് അംബാനി. അദ്ദേഹത്തിന് ഗുജറാത്തിലെ ജാംനഗറിലെ വൻതര മൃഗസംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്ന മൃഗസംരക്ഷണ കേന്ദ്രമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ പുതിയതായിട്ട് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് നിലവിൽ വരുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ആദ്യത്തേത് എവിടെയാണ്? ആദ്യത്തെ UK-യിലാണ് കേട്ടോ. UK-യിലാണ് ആദ്യത്തേത്. ആധാറിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? അത് ഉദയ് ആണ് കേട്ടോ. ഉദയ് ആണ് ആധാറിന്റെ ഭാഗ്യചിഹ്നം. അതൊരു മലയാളിയാണ് അത് രൂപകൽപ്പന ചെയ്തത്. അതിന്റെ പേരെന്താണ്? ആ മലയാളിയുടെ പേര് അരുൺ ഗോകുൽ എന്നാണ് ആ മലയാളിയുടെ പേര്. റോഡ് നിർമ്മാണത്തിനായി ബയോമിറ്റുമിനുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. കലായ് 2 ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ലോഹിത് നദിയിലാണിത് നിലവിൽ വരാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ പുതിയ അംഗരാജ്യങ്ങൾ ഏതൊക്കെ? ബഹ്റൈൻ, കൊളംബിയ, ലാത്വിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലൈബീരിയ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടേബിൾ ടോപ്പ് റെഡ് റോഡ് മാർക്കിംഗ് കൊണ്ടുവന്ന ദേശീയപാത ഏതാണ്? അത് NH 45.